ഇന്ത്യയിൽ സംവരണവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം നിങ്ങൾ ഏത് പരിശോധിക്കുകയാണെങ്കിലും ശരി, വളരെയേറെ ഡിസ്കസ് ചെയ്തൊരു പോയിൻ്റാണ് സംവരണ മാർക്ക്. സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന, അതായത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനലി ബാക്ക്വേർഡ് സെക്ഷനാണ്. അന്ന് മുതലേ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്, എന്ത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് കൂടിയിട്ട് വേണം എന്നുള്ളത്. ഈ പോയിൻ്റ് ഇന്ത്യൻ സുപ്രീം കോടതി വളരെ സജീവമായിട്ട് ഡിസ്കസ് ചെയ്തൊരു പോയിൻ്റാണ്. ഇവിടെ 91 മറ്റോ ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കി മുന്നോക്ക വിഭാഗത്തിൻ്റെ സംവരണത്തിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്. അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പോയിട്ട് കേസ്, അത് ഇന്ദിരാ സഹാനി കേസിൻ്റെ ഇതിൽ കൂട്ടി അതുകൂടി ക്ലബ് ചെയ്ത് എടുത്തിട്ട് ഈ പോയിൻ്റ് സുപ്രീം കോടതി വളരെ 3 ബെഞ്ചാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, 3 ബെഞ്ചാണെന്ന് തോന്നുന്നു. അവർ ഗൗരവമായിട്ട് ചർച്ച ചെയ്തിട്ട് അവർ കൃത്യമായിട്ട് പറഞ്ഞു ഒരിക്കലും പറ്റില്ല. കാരണം ഇത് സംവരണത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിളിനെതിരാണ്. സംവരണം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം നിർമ്മാർജ്ജന പരിപാടിയല്ല. അതെന്ന് പറഞ്ഞാൽ ഭരണത്തിൽ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ നാട്ടിലെ പൗരനാണ്, ഈ നാടിൻ്റെ വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. നിങ്ങൾ ഇവിടുത്തെ ഗവൺമെൻറ് വെച്ചാൽ മന്ത്രി, MLA, MP അതൊന്നുമല്ല. ഇവിടുത്തെ സർക്കാർ ആഫീസ്, അതിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലൊക്കെ തന്നെ ഈ പിന്നോക്കക്കാരൻ പുറന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവനതിൽ ഇൻവോൾവ്മെൻറ്റ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിഹാര നടപടിയാണ്. കാരണം ഇത് ഇപ്പോൾ വിദ്യാഭ്യാസം, അതുപോലത്തെ എല്ലാ കാര്യങ്ങളും, വിദ്യാഭ്യാസം, തൊഴിൽ ഒക്കെ മുന്നോക്ക വിഭാഗം 20% ഉണ്ടാവും. ചെറിയ ഫിഗർ വ്യത്യാസമുണ്ട്. ഈ 20% ആളുകളെ കുത്തകയാണ് ഭൂരിപക്ഷം, അവർക്കാണ് വലിയ പങ്ക്, ലാൻഡ് ഷെയർ അവർക്ക്. അപ്പോൾ അത് വെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ്. അത് ആണ് കോടതി ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞത് എന്തുകൊണ്ട് സംവരണം സാമ്പത്തികമായിട്ടുള്ള മാനദണ്ഡ പ്രകാരം ആവില്ല എന്നുള്ള പ്രശ്നം അഡ്രസ് ചെയ്തുകൊണ്ട് ഇന്ദിരാ സഹാനി കേസിൽ കോടതി പറഞ്ഞത് ഉന്നത ശ്രേണിയിലുള്ള ആളുകൾക്ക് കൂടുതൽ പദവി ഉദ്യോഗത്തിലും വിദ്യാഭ്യാസത്തിലും കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഈ ഉന്നത ശ്രേണിയിലുള്ളവരുടെ മോണോപ്പൊളി ആയിത്തീരും ഈ സൗകര്യങ്ങളെന്നാണ്. അതൊരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് സുപ്രീം കോടതി സെറ്റിൽ ചെയ്തൊരു കേസാണ്. വിഖ്യാതമായ, നിങ്ങൾക്കറിയാം, ഈ ഇന്ദിരാ സഹാനി കേസ് എന്ന് പറഞ്ഞാൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്. അതിൽ കൃത്യമായി ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ തന്നെയാവണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതല്ല, ഇതിൽ സാമ്പത്തിക സംവരണം എന്നുള്ള ആശയം തിരികെ കയറ്റുന്നു എന്നതാണ് ഇതിൻ്റെ ഭരണഘടനാ ഭേദഗതിയാണല്ലോ. ആർട്ടിക്കിൾ 16(6), 15(6), 16(6) അതിലെന്താ പറയുന്നത്, സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷനിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള സെക്ഷൻസിന് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം കിട്ടിയിട്ടില്ലെങ്കിൽ, അത് എഡ്യൂക്കേഷൻ ആവട്ടെ, അതിൽ ഒന്ന് എഡ്യൂക്കേഷനാണ്, മറ്റൊന്ന് തൊഴിലാണ്, അവർക്ക് അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ സർക്കാർ ബെഡൽ ചെയ്യാവുന്നതാണ്, എനേബിളിംഗ് ക്ലോസ്. അതിനുശേഷം ഒരു ക്ലോസ് കൂടി കൂട്ടിച്ചേർത്ത് പിന്നോക്കം നിൽക്കുന്ന ഈ സംവരണം ഒന്നും കിട്ടിയിട്ടില്ലാതെ പിന്നോക്കം നിൽക്കുന്നവർക്ക്, അത്തരം സമുദായങ്ങൾക്ക് എന്ത് ചെയ്യണം, അപ് ടു എ മാക്സിമം ഓഫ് 10% എന്ന് പറയും. അപ്പോൾ ഇറ്റ് മീൻസ് അടിസ്ഥാനമായിട്ട് എന്തിനാണ് സംവരണം കൊടുക്കുന്നതെന്നുള്ള സംഗതിയാണ് ഇവർ തകിടം മറിച്ച് കോടതി തന്നെ നിരാകരിച്ചിട്ടുള്ള സംഗതി ഇവർ വീണ്ടും ഒരു നിയമനിർമ്മാണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നമുക്ക് നല്ല പ്രതീക്ഷയില്ല. കാരണം സുപ്രീം കോടതി വളരെ സമയമെടുത്ത് വിശദമായിട്ട് ഇന്ത്യയിലെ പ്രമുഖന്മാരായിട്ടുള്ള എല്ലാ ലോയേഴ്സൊക്കെ പങ്കെടുത്ത് നടത്തിയിട്ടുള്ള ആർഗ്യുമെൻറ്റും ആ ആർഗ്യുമെൻറ്റിന് ശേഷം വന്നിട്ടുള്ള വിധിയും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ, മാത്രമല്ല പോപ്പുലേഷൻ വൈസ് ഇവിടെ ഏതാണ്ട് 20ൽ അടുത്ത് 20 അപ്പുറം ചെറിയ % ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഉദ്യോഗത്തിൻ്റെ ലാൻഡ് ഷെയർ അവർ വച്ചിരിക്കുകയും ഈ പിന്നോക്ക വിഭാഗങ്ങൾ അതിൽ എത്തിപ്പെടാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അതിനെ കൂടി തകർക്കുന്ന വിധത്തിൽ ഒരു നിയമം വന്നാൽ, അതിനെ ചാലഞ്ച് ചെയ്താൽ, അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആർട്ടിക്കിൾ 15-ൻ്റെയും 16-ൻ്റെയും അന്തസ്സയ്ക്ക് എതിരാണെന്നുള്ള നിലയിൽ കൃത്യമായിട്ടൊരു വിധി ഇത് ദുർബലപ്പെടുത്തിക്കൊണ്ട് കിട്ടും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്, നീതിപൂർവമായിട്ടൊരു വിധി വരികയാണെങ്കിൽ. അതായത് മുഴുവൻ സീറ്റിൽ നിന്നും 10% ഇവർ ഇപ്പോൾ ഈ മുന്നോക്ക വിഭാഗത്തിനുള്ള പേര് മാറ്റിവെച്ചിട്ടുള്ളത്. പിന്നെ പിന്നോക്ക വിഭാഗത്തിന് ശതമാനം കുറഞ്ഞ ചില ഇതുണ്ട്. ഉദാഹരണമായിട്ട് പി ജി പോലുള്ളതിൽ
ഈഴവ കമ്മ്യൂണിറ്റിക്ക് 3%, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് 2%, അങ്ങനെ താഴെ ഇടണം. ഇവർക്ക് ഈ 10% നേരെ അങ്ങ് കൊടുത്തു. അപ്പോൾ ഗ്യാപ്പ് കൂടി. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നോക്കിയാൽ എന്താ വെച്ചാൽ ഈ സംവരണ സമുദായങ്ങളുടെ മേഖലയിലാണല്ലോ ഇവർ വരുന്നത്. ഇപ്പോൾ സംവരണ സമുദായത്തിൻ്റെ മേഖലയിൽ തന്നെ നേരത്തെ സംവരണമില്ലാത്ത ഈ മുന്നോക്കക്കാർക്ക് ഭൂരിപക്ഷമായി. അതിൻ്റെ കണക്ക് ഞാൻ കാണിച്ചു തരാം. റാങ്കിൽ വളരെ താഴെയുള്ള മുന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് മെഡിസിന്, PG, എൻജിനീയറിങ്, താഴോട്ട് ഇങ്ങോട്ട് പോന്നാൽ +2 എല്ലാറ്റിലും ഇവരെക്കാൾ വലിയ സീറ്റ് കിട്ടി. ഞാൻ അതിൻ്റെ ഓരോന്നിനെ ചെറിയൊരു സംശയത്തിൽ പറയും. ഡീറ്റെയിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് നമ്മൾ തുടങ്ങിയാൽ മെഡിക്കൽ PGൻ്റെ ഇതെങ്ങനെയെന്നല്ല നിരക്ക്, സംവരണ സീറ്റ്, അതായത് സംവരണം എന്ന് വെച്ചാൽ ഈഴവർക്ക് 3%, മുസ്ലിമുകൾക്ക് 2%, പിന്നോക്ക ഹിന്ദുക്കൾക്ക് 1%, ലത്തീൻ കത്തോലിക്ക് 1%. ഇതാണ്. അതെങ്ങനെ ഇപ്പോൾ വിതരണം ചെയ്തപ്പോൾ എന്തായിന്നറിയോ നിങ്ങൾ? വിതരണം ചെയ്തപ്പോൾ ഈഴവർക്ക് ഇത് പ്രകാരം 13 സീറ്റ് PG മെഡിക്കൽ, മുസ്ലിങ്ങൾക്ക് 9 സീറ്റ് കിട്ടി. മുന്നോക്ക സംവരണമായിട്ട് അവർക്ക് 30 സീറ്റ് കിട്ടി. ഈ 30 സീറ്റ് അപ്പോൾ ഇവിടെ ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ആദ്യമുള്ള തന്നെ നിങ്ങളിത് കുറഞ്ഞിട്ടല്ലോ, മറ്റവർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എന്താണ്? നമുക്ക് കുറഞ്ഞിട്ടില്ല. ഈ 3 സീറ്റും പിന്നെ 2%. ഇവർക്ക് കിട്ടി 30 സീറ്റ്. ഈ 30 സീറ്റ് 10% ഫുള്ളായിട്ട് അവർക്ക് കൊടുത്തപ്പോൾ, ഈ 100ൻ്റെ 10% അവർക്ക് കൊടുത്തപ്പോൾ, അതിലുള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ ആ കോട്ട പിന്നോക്ക വിഭാഗക്കാരന് കൂടി എന്തിനുള്ളതാണ്? കോമ്പറ്റീഷനിൽ കിട്ടേണ്ടതാണല്ലോ. അതാണല്ലോ പോയത്. ഇവൻ്റെ കോട്ട അങ്ങനെ നിന്ന് മറ്റവർക്ക് എന്തായി? സുഖമായിട്ട് സംവരണത്തിൽ തന്നെ അവർ ടോപ്പിലെത്തി. സംവരണ സമുദായത്തെ പിറകിലാക്കി പുതുതായിട്ട് സംവരണം കൊടുത്തവർ ഇവരെ മേലെ കയറി സംവരണ സമുദായത്തിന് മെറിറ്റിൽ മത്സരിക്കാനുള്ളത് അത്രയും അവർ ബ്ലോക്ക് ചെയ്തു. മെഡിക്കൽ സ്റ്റേജ്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പോയോ MBBS സംഗതി എന്ന് പറഞ്ഞാൽ MBBSൻ്റെ സംവരണ ഇതെങ്ങനെ തോന്നുന്നു വെച്ചാൽ ഈഴവ 9, മുസ്ലിം 8, പിന്നോക്ക ഹിന്ദു 3, ലത്തീൻ കത്തോലിക്കൽ 3, അവർക്ക് അങ്ങനെ കോട്ട ശതമാനം അതാണ്. അപ്പോൾ അത് പ്രകാരം ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഈഴവ 94 സീറ്റ്, മുസ്ലിങ്ങൾ 84 സീറ്റ്, മുന്നോക്ക സംവരണം പ്രകാരം ഇപ്പോൾ പുതിയ കൂട്ടർക്ക് 130 സീറ്റ്. മനസ്സിലായല്ലോ അതിൻ്റെ കെമിസ്ട്രി? അതായത് ഇവർക്ക് കിട്ടേണ്ട സീറ്റ് അവിടെ തന്നെ നിൽക്കുന്നു അതേമാതിരി, എന്നാൽ അവർക്ക് കൂടി പ്രവേശിക്കാനുള്ള സംവരണ സീറ്റിൽ ഇവരെക്കാൾ വളരെയധികം അവർക്ക് ഏറെ കിട്ടി. അപ്പോൾ അത് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ പിന്നോക്കക്കാർക്ക് ലഭിക്കേണ്ടിയിരുന്ന സംവരണത്തിനെ ഞങ്ങൾ തൊടുന്നില്ല എന്ന് പറയുന്നവർ പിന്നോക്കക്കാരെക്കാൾ വലിയ തോതിലുള്ള പരിഗണന കൊടുത്തപ്പോൾ ഇവർ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ് ഏരിയ? ഇത് സംവരണത്തിൻ്റെ ഏരിയയാണ്. സംവരണം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? മുന്നോക്കക്കാർ ഇപ്പോൾ തന്നെ ഉദ്യോഗം, അധികം വിദ്യാഭ്യാസ സൗകര്യങ്ങൾ അവർ അനുഭവിക്കുന്നു. അത് കിട്ടാതെ പോയ ജനപദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഇപ്പം എന്തായി? അവരിവിടെ കയറി വന്ന് സംവരണ കോട്ടയിൽ അവർ മഹാധിപത്യം സ്ഥാപിക്കുന്ന സ്വഭാവത്തിലേക്ക് വന്നു. അപ്പോൾ അത് നിങ്ങൾ എടുത്തു നോക്കുക. മറ്റൊരു കാര്യം കൂടി നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ട ഒരു സംഗതി, അതായത് എന്താ ഒരു കാര്യം? ഈ ഞങ്ങൾ പറഞ്ഞ കണക്ക് പ്രകാരം നല്ല അത്യാവശ്യം ഉയർന്ന റാങ്ക് കിട്ടുന്ന പിന്നോക്ക വിഭാഗത്തിലൊരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയും തുലോം മാർക്ക് കുറഞ്ഞ് റാങ്കിൽ താഴെ നിൽക്കുന്ന ആൾക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അവസാന റാങ്കുകൾ ഇതാണ്. കോട്ട 939. ഈഴവന്മാർക്ക് ലാസ്റ്റ് അവർക്ക് കിട്ടിയ സംവരണത് 1654 റാങ്കാണ്. ഈഴവർക്ക് മുസ്ലിങ്ങൾക്ക് 1417 റാങ്ക്. പിന്നോക്ക ഹിന്ദുക്കൾക്ക് 1771, ലത്തീൻ കത്തോലിക്കർക്ക് 1943, മുന്നോക്ക സംവരണക്കാർക്ക് 8416 സീറ്റ്. അത്ര ലോ റാങ്കുള്ള ആൾക്ക് എന്ത് കിട്ടി? ഇത് കിട്ടി.
അപ്പോൾ ഈ ഏരിയയിൽ ഇവിടുത്തെ പിന്നോക്കക്കാരന് കടന്നു വരാൻ കഴിയുന്ന ഏരിയ, അതായത് സീറ്റുകൾ, ആ സീറ്റുകൾ കൂടി ഇവരെന്ന് എടുത്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇതിൽ കഴിഞ്ഞ കാലത്ത് സംവരണ കോട്ടയിൽ നിന്നിരുന്നവരുടെ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞവർ അതിനവിടെ വെച്ചുകൊണ്ട് ഈ പറയുന്ന 10% കൊടുത്തപ്പോൾ വന്ന വലിയ തോതിലുള്ള മെഡിക്കൽ സീറ്റ് നിങ്ങൾ പറഞ്ഞത് ഒരു ഇതുവരെ മുന്നോക്ക സമുദായത്തിന് ഇതേ സംവരണം ഇല്ലാത്തടത്ത് 130 സീറ്റ് അതിൽ ആ കോട്ടയിൽ കയറി വേണ്ട. മെറിറ്റ് വേറെ, മെറിറ്റ് അവരും മത്സരിക്കുന്നു, മറ്റുള്ളവരും മത്സരിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറിയിലെ സംഗതി എന്താണ്? സംവരണം എന്ന് പറഞ്ഞാൽ ഏഴവ, അതിൻ്റെ സംവരണ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ 7.8, മുസ്ലിം 7%, പിന്നോക്ക ഹിന്ദു 3%, ലത്തീൻ കത്തോലിക്കർ 3%, മുന്നോക്കക്കാരുടെ പിന്നോക്കക്കാരി പറഞ്ഞ 10%. ഇതാണ് അതിലെ റേഞ്ച്. അതുപോലെ എന്ത് സംഭവിച്ചു? ആകെ സീറ്റ് 1,62,815. ഈഴവർക്ക് സംവരണ പ്രകാരം 1,30,032. മുസ്ലിങ്ങൾക്ക് 1,13,013. മുന്നോക്ക സംവരണം 1,67,011. അവർക്കിപ്പോൾ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. കാരണം അവരുടെ മുഴുവൻ എക്സോസ്റ്റ് ഇത് പോയെങ്കിൽ ഈ വലിയ റാങ്കിൽ നിൽക്കുന്ന കുട്ടികൾക്ക് പ്രവേശനമില്ലാതെ ലോവസ്റ്റ് വളരെ 6,000 ഡിഫറൻസാണ്. ഈ 6,000 ഏരിയയിൽ എത്ര പേർക്ക് പിന്നോക്ക വിഭാഗക്കാർക്ക് മെറിറ്റ് കിട്ടും? അത് പോയി. അങ്ങനെ നോക്കുന്ന സമയത്ത് LLBൻ്റെ അവസാന റാങ്ക് ഈഴവക്ക് കോളേജ് വൈസ് നോക്കുകയാണെങ്കിൽ 523 തൃശ്ശൂർ ലോ കോളേജിൽ. മുസ്ലിങ്ങൾക്ക് തൃശ്ശൂർ ലോ കോളേജ് 555. ലത്തീൻ കത്തോലിക്ക് 885. അതുപോലെ SC 2,050. മുന്നോക്കക്കാർക്ക് 4,798 റാങ്ക് വരെയുള്ളവൻ കയറിപ്പോയി. അതേ സമയത്ത് മറ്റ് ജനവിഭാഗങ്ങൾ 523 ഉള്ളവന് എന്തില്ല, അവന് എലിജിബിലിറ്റി. അതുപോലെ തന്നെ അതിൽ മുന്നോക്ക സംവരണ പ്രകാരം കിട്ടിയ എന്ന് പറയുന്നത് 5,119 പേരും പ്രവേശനം നേടി. അതേസമയത്ത് SC ST 371 കിട്ടിയുള്ളൂ. മറ്റുള്ളവർക്ക് ആകെ വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞ പ്രകാരം ഈ വളരെ ലോ കാറ്റഗറിയിലുള്ളവർ മേലെ കയറി, ഞാൻ പറഞ്ഞ കണക്ക് പറയാനുള്ളവർ, പിന്നെ താഴെയുള്ളവനും മേലെ കയറി. അപ്പോൾ എന്തായി, ആ ഏരിയയിലും ഈ പിന്നോക്കക്കാർക്ക് 2 നഷ്ടം. ഒന്ന് അവർ മേലെ ഇവർ കയറിയതുകൊണ്ട് ആ ഏരിയയിലുണ്ടായിരുന്ന മറ്റ് മെറിറ്റ് കിട്ടേണ്ടതും അവന് കിട്ടാതെ പോയി. അതിവർ കൊണ്ടുപോയി. അതുപോലെ തന്നെ LLB 3 എല്ലാത്തിനും അങ്ങനത്തെ. ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മളെ സമയം കളയുന്നില്ല. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നതാണ്. അതായത് ഇവർ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഇവർ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് സംവരണം നിങ്ങൾ എവിടെ നിന്നാണ് എടുക്കുക? സംവരണം നിങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ്? പിന്നെ ജനറൽ കോട്ടയിൽ നിന്നാണ്. ഇവിടെ ശശിധരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അനലൈസ് ചെയ്തത്. ശശിധരൻ നായർ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കൃത്യം അതിൽ ഒരു വട്ടമല്ല പല സ്ഥലത്തും പറഞ്ഞൊരു കാര്യമുണ്ട്. EWSൻ്റെ അതായത് ഈ മുന്നോക്കത്തിലെ പിന്നോക്കക്കാരുടെ സീറ്റ് എന്ന് പറയുന്നത് ജനറൽ മെറിറ്റ് നിന്ന് എടുക്കേണ്ടതാണ്. ഇറ്റ് മീൻസ് 50% സംവരണമുണ്ട്, ബാക്കിയുള്ള 50% എടുക്കേണ്ടത്. അതിന് പകരം അവർ 100 എടുത്തിട്ട് പിന്നോക്കക്കാർക്ക് സീറ്റ് ശതമാനം കുറഞ്ഞെടുത്ത് പോലും അത് ഡബിളാക്കിയെടുത്തു. അങ്ങനെയാണ് ഈ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ക്രമക്കേട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതിൽ അട്ടിമറിയും വലിയ തട്ടിപ്പും ഇതിൽ നടന്നിട്ടുണ്ട്. ഇത് വളരെ വിചിത്രമായൊരു പ്രചരണമാണ്. മുസ്ലിം ലീഗ് വളരെ ആക്റ്റീവാണ് ഇതിൽ. ഞങ്ങൾ വളരെ ആക്റ്റീവ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഇതൊരു മുസ്ലിം പ്രശ്നമല്ല, ഇത് സാമൂഹ്യ നീതിയുടെ പ്രശ്നമാണ്. സാമൂഹ്യ നീതി ലഭിക്കാതെ പോയവരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട്. മുസ്ലിങ്ങൾ മാത്രമാണോ ഈ സംവരണീയരെന്ന് പറഞ്ഞാൽ ആരാണ്? ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സംവരണീയരിൽ 7-11% അത് ഉദ്യോഗത്തിൻ്റെ കണക്ക് എടുത്ത് വെച്ച് കിട്ടേണ്ടത്. മുസ്ലിം ഫോർത്ത് ഗ്രേഡ് ഇതിലാണ് ഞാൻ പറഞ്ഞത്, പിന്നെ എംപ്ലോയ്മെൻറ്റ്. പിന്നെ 7-11%, മുസ്ലിം 10%, ലത്തീൻ കത്തോലിക്കർ 4%, വിശ്വകർമ്മജർ അവർ 2%. വിശ്വകർമ്മജർ എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണുണ്ട്, പിന്നെ തട്ടാൻ അല്ലെങ്കിൽ അതുപോലെയുള്ള തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട്. SIUT 2%, ധീവര ഈ 2%,
ഹിന്ദു നാടാർ 1%, അതർ ബാക്ക്വേർഡ് ഹിന്ദുസ് 6%. എത്ര ജനവിഭാഗമുണ്ട്? ഈ അതർ ബാക്ക്വേർഡ് ഹിന്ദുസിൻ്റെ 66% എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട് ഒരു 10-30 ജാതികൾ ഉപജാതികളായിട്ടുള്ളത്. അപ്പോൾ ഇവരെല്ലാം കൂടിയിട്ടുള്ള ഒരു സമൂഹമാണ് ഈ സംവരണ. അതുകൊണ്ടാണല്ലോ ഏതാണ്ട് ഒരു 20% ഉള്ള സമൂഹം കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു 80% ആളുകൾ എന്തിലാണ്? ഈ കാറ്റഗറിയിലാണ്. അവരൊക്കെ ഇതിൻ്റെ സങ്കടക്കാരാണ്. അപ്പോൾ മുസ്ലിം ലീഗ് നമ്മൾ കൂടുതൽ എന്താ പറയുക ആളുള്ളൊരു പാർട്ടിയാണ്. അതൊരു രാഷ്ട്രീയമായിട്ടൊരു എന്താണ്. അതുകൊണ്ട് ഞങ്ങളുണ്ടെന്ന് മാത്രമല്ല, ഞങ്ങൾ വളരെ ആക്റ്റീവാണ്. ഈ ദിവസം ലീഗിൻ്റെ കമ്മിറ്റി ഉണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഇതിലുണ്ടാവും. സംവരണ സമുദായ മുന്നണിൻ്റെ കൂടെ അവരെയും കൂട്ടി ചേർത്ത് പിടിച്ച് ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ പോരാട്ടം ഞങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലീഗ് ഉള്ളത് കൊണ്ട് എങ്ങനെയാണ് അത് വർഗീയമാകുന്നത്? ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിക്കുക. ഈ CPM ആണ് ഈ പ്രചരണം നടത്തുന്നത്. എന്ത്? നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിം ഇഷ്യൂ ആക്കുന്നു. ഈ സംവരണം, മുന്നോക്ക സംവരണത്തിന് വേണ്ടി യോജിച്ച നീക്കത്തിൽ വലിയ ഫ്രണ്ട്ഷിപ്പാണല്ലോ BJPയും CPM തമ്മിൽ. അതെന്തെങ്ങനെ വർഗീയാത്തത്? സംവരണം ഈ പൊളിച്ചെഴുതണമെന്ന് പറയുന്ന BJPയും CPMഉം ഒരേ നാണയത്തിൻ്റെ 2 പുറങ്ങളെ പോലെ വർഗീയാണ്. അതിൽ വർഗീയതല്ല, അതിൽ രാഷ്ട്രീയമില്ല. ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി മുസ്ലിങ്ങളുടെ കാറ്റഗറിയിൽ ഒരുപാട് ആളുണ്ട്. ഈ പറഞ്ഞവരൊക്കെ ഉണ്ടാവും. അതിൽ സംഘടന ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഐഡിയോളജി അല്ല. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ എല്ലാ സമുദായങ്ങളും അതിലുണ്ട്. അതിന് വെറുതെ അവർ യഥാർത്ഥത്തിലുള്ള വർഗീയത കാണിക്കുന്നതും സമുദായങ്ങൾ തമ്മിൽ ചേരിതിരിവുണ്ടാക്കുന്നതും ഈ സംവരണ സമുദായങ്ങളെന്ന് പറയുന്ന പാവം ജനവിഭാഗം അവരൊരു ഹിന്ദു ജനവിഭാഗത്തിനെതിരായി ഒരു മുസ്ലിം യൂണിറ്റിയാണെന്നൊക്കെ വരുത്തുന്ന നീചമായ രാഷ്ട്രീയ സദാചാരത്തെ ലംഘിക്കുന്ന ഒരു സംഗതിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അവർ തട്ടിപ്പുണ്ടതില്ല. കാരണം എന്താ അറിയോ? ഹിന്ദു അല്പഭാഗം മുന്നോക്ക സമുദായങ്ങൾ, നിങ്ങൾ ആ സമുദായങ്ങളുടെ പേരൊന്നും ഞാനിപ്പോൾ ആവർത്തിച്ച് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഇതിലെ സാധുക്കൾക്ക് ഇത് കിട്ടില്ല. ഇതിലെ തന്നെ വലിയ സമ്പന്നരുണ്ട്, അത് കിട്ടില്ല. അതേ സമയത്ത് അത്യാവശ്യം വലിയ സമ്പന്നർ ഈ സീറ്റ് കൊണ്ടുപോകും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താ അവർ പറഞ്ഞതെന്നറിയോ? ഈ ശശിധരൻ നായർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേഷനിൽ 50 സെൻറ്റ് ഭൂമി വരെ ഉള്ളവർ, മുനിസിപ്പാലിറ്റിയിൽ 75 സെൻറ്റ് ഭൂമി വരെ ഉള്ളവർ, പഞ്ചായത്തിൽ 2.5 ഏക്കർ ഭൂമി വരെ ഉള്ളവർ, ഇവർ ഈ കാറ്റഗറിയിലാണ് വരുന്നത്, അർഹതപ്പെട്ട കാറ്റഗറി. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ കോർപ്പറേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. ട്രിവാൻഡ്രം നിങ്ങൾ നോക്കുകയാണെങ്കിലും, കൊച്ചി നോക്കുകയാണെങ്കിൽ, ഒഴിവ് ഏത് നോക്കുകയാണെങ്കിലും 1 സെൻറ്റ് ഭൂമിക്ക് എന്ത് വില ഉണ്ടാവും? 25 ലക്ഷത്തിന് മേലെ വരും. അവിടുത്തെ 50 സെൻറ്റ് ഭൂമി കൈവശം വെക്കുന്ന ഒരു സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരാളുണ്ടായാൽ ആ ഏരിയയിൽ ഏതെങ്കിലും ഒരു സാധുവിന് കിട്ടുമോ? കാരണം അവന് പഠിക്കാൻ പോകാൻ പറ്റുമോ? മറ്റവൻ്റെ കയ്യിൽ ഈ 50 സെൻറ്റ് ഭൂമിൻ്റെ ആസ്തി ലോൺ അവർക്ക് കിട്ടും. ഈ ദുർബല വിഭാഗം, ഇപ്പോൾ ഒരു വലിയ പ്രഭു, അപ്പോൾ എറണാകുളം കോഴിക്കോട് പ്രഭു ആയിട്ടുള്ള ഒരു സമുദായത്തിലെ ആൾ, അവരെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു സാധുവിന് കിട്ടാൻ പോകുന്നില്ല. അവിടുത്തെ പ്രമാണിക്കേ കിട്ടൂ. കാരണം ആ പ്രമാണിമാരാണ് ഇതിൻ്റെ കവറേജിൽ വന്നിട്ടുള്ളത്. പിന്നെ 4 ലക്ഷം റുപ്യൻ്റെ വരുമാനമുണ്ട്. അപ്പോൾ നോക്കുന്നത് സമയത്തിൽ ഇത് പിന്നോക്കക്കാരുടേതല്ല. ശരിക്കും പറഞ്ഞാൽ പിന്നോക്കക്കാരോ അല്ലെങ്കിൽ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ ഉള്ളവർക്കല്ല. ഇതിൻ്റെ പേര് തന്നെ മാറ്റണമാണ്. EWS എന്നതിൽ പേര് കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇതെന്ന് പറഞ്ഞാൽ മുന്നോക്ക സമുദായ സംവരണമാണ്. യഥാർത്ഥത്തിൽ മുന്നോക്കക്കാർക്ക് തന്നെ കിട്ടുന്ന ഒരു സംവരണമാണ്. അവർ കബളിക്കപ്പെടുകയാണ്. ഇത് ഞങ്ങൾക്കുള്ളതാണെന്ന് വിചാരിച്ചിട്ട് അവർ തുള്ളിക്കളിക്കുകയാണ്. അവരെയും പറ്റിക്കുകയാണ് കേരള ഗവൺമെൻറ് ചെയ്യുന്നത്. പിണറായി വിജയൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം മറുപടി പറയേണ്ട പിണറായി വിജയനാണ്. 33 കൊല്ലം ബംഗാൾ ഭരിച്ചിട്ട് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നോക്കിയാൽ ഇതൊക്കെ തീരും. ഇന്ത്യയിലെ ഏറ്റവും അധികം അവികസിതമായ സ്ഥലങ്ങൾ മുസ്ലിം ഏരിയയാണ് ബംഗാൾ. അങ്ങനെ തന്നെ പറഞ്ഞിട്ടത്. അവർ പറഞ്ഞിട്ട് സംഗതി എന്ന് വെച്ചാൽ എവിടെ നല്ല റോഡില്ലാതെ ചെമ്മണ്ണ് വിരിച്ച പാതകളുണ്ടോ അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്കറിയാം എന്ത്
ഇവിടുത്തെ പിന്നോക്കങ്ങളോട് കാണിച്ചിട്ടുള്ള അവഗണന എന്താണെന്ന്. അത് ബംഗാളിലെ ഒരു സംഗതി നിങ്ങൾ തൊഴിൽ വിഭജനം എടുത്തു നോക്കുകയാണെങ്കിൽ താഴ്ന്ന വരുമാനമുള്ള ചെറിയ വരുമാനമുള്ള ജോലികളിലാണ് ഈ മുസ്ലിങ്ങൾ തന്നെ ഉള്ളത്. അത് കൊച്ചു വരുമാനമുള്ള ചെറിയ ജോലികൾ. എന്നാൽ അങ്ങനെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ SC/ST പിന്നിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട സമുദായമാണ് അവിടുത്തെ പിന്നോക്ക സമുദായം, പ്രത്യേകിച്ച് മുസ്ലിം ജനസംഖ്യ വിഭാഗം. അത് സച്ചാർ കമ്മിറ്റിയുടെ ഒഫീഷ്യൽ ഡോക്യുമെൻ്റാണ്. അതെന്തേ അവർക്ക് ചെയ്യാൻ പറ്റാതെ പോയത്? അത് ചെയ്തില്ലല്ലോ. കേരളത്തിൽ എന്താ കിട്ടിയത്? ഇവർ വലിയ പുരോഗതി പറയുന്നുണ്ടല്ലോ. കേരളത്തിൽ കിട്ടാൻ കാരണം മുസ്ലിം ലീഗിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് വിചാരിച്ചു ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെയും ആരാരും ശ്രദ്ധിക്കാനില്ലാത്ത പിന്നോക്ക സമുദായങ്ങളെയും കൂടെ പിടിച്ച് നിർത്തിയിട്ട് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യണം. അവർക്ക് വേണ്ടി നടത്തിയ വലിയ പോരാട്ടങ്ങളിലൂടെയാണ് ഇവിടെ സമരം നിലനിന്നത്. സംവരണത്തിനെതിരായിട്ട് ഇവിടെ സാമുദായിക സംവരണത്തിനെതിരായി കേരളത്തിൽ ഒരുപാട് കാലം പ്രക്ഷോഭങ്ങൾ നടത്തുന്നു. ആ പ്രക്ഷോഭങ്ങളെ മറികടന്നുകൊണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ സംവരണം കാത്തു സൂക്ഷിച്ച ഒരു സ്ഥലമാണ് കേരളം. ഈ ഇന്ദ്ര സഹാനി കേസ് നിങ്ങൾ മണ്ഡല കമ്മിറ്റി ഇത് എടുത്തു നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ് അഫർമേറ്റീവ് ആക്ഷൻ. എല്ലായിടത്തും ഉപയോഗിച്ച വാക്കാണ്. അഫർമേറ്റീവ് ആക്ഷൻ കൊടുത്തിട്ട് വരെ ഉയർത്തണം. അഫർമേറ്റീവ് ആക്ഷൻ ഈസ് നത്തിങ് ബട്ട് റിസർവേഷൻ. അത് കോടതി ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. പക്ഷേ അത് ഭാഗ്യവശാൽ കേരളത്തിലുണ്ടായി. കേരളത്തിൽ ഉണ്ടായത് വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. വടക്കേ ഇന്ത്യയിൽ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ വടക്കേ ഇന്ത്യയിൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് മറുപടി കൂടിയാണ് CPM എതിർത്ത് വോട്ട് ചെയ്തത്. ഈ സംവരണം അവർക്ക് കിട്ടാതാകുന്നതിന് വേണ്ടി ഉള്ള ഒരു സമീപനത്തെയാണ് അവർ വോട്ട് ചെയ്തിട്ടുള്ളത്. ഉള്ള സംവരണം BP സിംഗ് ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് വന്നിട്ടുള്ള സംവരണ തത്വം ഈ നാടിൻ്റെ ചരിത്രത്തിൽ വ്യത്യാസപ്പെട്ട സംഗതിയാണ്. അപ്പോൾ അവരിപ്പോൾ എന്താ ചെയ്യുന്നത്? അവർ ഈ സംവരണത്തിൻ്റെ പൊതുതത്വത്തെ തന്നെ തകർത്തിട്ട് അതിന് എതിരായിട്ട് അപ്പുറത്ത് BJPൻ്റെ കൂടെ കൂടി വോട്ട് ചെയ്തിട്ട് ഇന്നിപ്പോൾ വലിയ യോഗ്യന്മാരായി ഇവിടുത്തെ സൗകര്യങ്ങൾ അവിടത്തെ കൂടി കിട്ടില്ല എന്ന് ചോദിക്കുന്നത് പമ്പര വിഡിത്തമാണ്. കാരണം അവരെന്താ ചെയ്യുന്നതെന്നറിയോ? ഈ ചില സ്റ്റേറ്റുകളിലൊക്കെ കേരളത്തിൽ ഇങ്ങനെ ഉണ്ട്. ചില സ്റ്റേറ്റുകളിൽ OBC എന്നുള്ള കാറ്റഗറിയിൽ ഒരു സെക്ഷൻ മുസ്ലിങ്ങളെ തൊഴിൽപരമായിട്ടൊക്കെ ഉണ്ട്. അത് കിട്ടുന്നുണ്ട്. പക്ഷെ അതും സാമുദായികമായ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പിന്നോട്ടായത് ഇവിടെ സാമുദായികമായിട്ട് വെച്ചാൽ ബ്രിട്ടീഷുകാരോട് എതിരായിട്ടുള്ള സമീപനം എടുത്തത്, ഇന്ത്യയിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് വരുന്നതിനെ അവർ തടഞ്ഞത്, ഇതിൻ്റെയൊക്കെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണല്ലോ ഈ സാമുദായികമായിട്ട് പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം. അപ്പോൾ അത് മനസ്സിലാക്കാതെ ഈ കേരളത്തിൽ നിന്ന് എങ്ങനെ കിട്ടി മറ്റൊരിടത്ത് നിന്ന് കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ മറ്റൊരിടത്ത് മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകളുടെ ന്യൂനപക്ഷ സംഘടനകളുടെ സാന്നിധ്യം ഇതുപോലെ ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞിട്ടില്ല. അത് കഴിയാത്തതിൻ്റെ ദുര്യോഗമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേണ്ടതെന്ന് പറയുന്നത് ഈ പിന്നോക്ക വിഭാഗത്തിൻ്റെ ശാക്തീകരണത്തിന് കമ്മിറ്റ്മെൻറ്റുള്ള ഒരു മൂവ്മെൻറ്റാണ്. ആ മൂവ്മെൻറ്റ് കൂടെ CPM ഇല്ല. CPM പൊളിക്കാൻ അവരെങ്ങോ ചരിത്രപരമായ കാരണങ്ങൾ നേടിയെടുത്ത സംവരണം ആ സംവരണം ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്, നിഷ്കാസം ചെയ്യാനാണ്.